ഹലോ എവരിവൺ, മച്ചു ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അമേരിക്കൻ ചോപ്സിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. നൂഡിൽസിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 2 നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ബോയിൽ ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ അപ്പുറത്തെ സ്റ്റവിൽ തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് തിളച്ചത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് കേട്ടോ, ആ ബോൺലെസ് ചിക്കനും കൂടി ചേർത്ത് അത് കുക്ക് ചെയ്യാൻ വേണ്ടി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. ഫുൾ കുക്ക് ചെയ്ത് തന്നെ വരണം കേട്ടോ. അപ്പോൾ നമ്മളുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് റണ്ണിങ് വാട്ടറിലും ഒന്ന് കഴുകിയ ശേഷം ഞാനതങ്ങനെ വെള്ളം തോരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നൂഡിൽസ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മളുടെ അമേരിക്കൻ ചോപ്സിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നൂഡിൽസ് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. സാധാരണ നൂഡിൽസ് കഴിക്കുന്നതിനേക്കാളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ നൂഡിൽസ് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ നോക്കുക, 2 സൈഡും മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ഒന്നും ആക്കുന്നില്ല, ഒരു മീഡിയം ഫ്രൈ ചെയ്തു, എന്നാലും അത് ക്രിസ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക്, സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നോക്കിയത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നൂഡിൽസ് അവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിളും, ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, തക്കാളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ബീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സാധാരണ അമേരിക്കൻ ചോപ്സിക്ക് ഇത്രയും വെജിറ്റബിൾസൊക്കെയാണ് ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ ചേർക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കും, സോയാ സോസ് ചേർക്കും, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർക്കും. ഇത്രയാണ് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാനിങ്ങനെ ഒരുപാടങ്ങ് വേവിച്ചെടുക്കില്ല കേട്ടോ. വെജിറ്റബിൾ ഒന്ന് ഹാഫ് ബോയിൽഡ് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണ് മധുരം ആവശ്യമുള്ളതെന്നൊക്കെ നോക്കുക, അതനുസരിച്ചിട്ട് ചേർക്കുക. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്തു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വേവിച്ച ചിക്കൻ ഇടല, അത് വെള്ളത്തേപ്പടി തന്നെയാണ് ചേർത്തത്. എന്തായാലും ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്, എല്ലാം കൂടി ഒന്ന് മിക്സായി വരാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ്. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തത് കറക്റ്റായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിരുന്നു, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ്. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വെജിറ്റബിളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് പെട്ടെന്ന് കുറുതായി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. അതിനുശേഷം ഇതാ ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് അത് നല്ല കുറുതായി നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ല എല്ലാത്തിൻ്റെയും പൊടി, ഉപ്പിൻ്റെയും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ. തന്നെ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും. അപ്പം നമ്മുടെ അമേരിക്കൻ ചോപ്സിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യേണ്ട ടൈമായി, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബുൾസൈയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ അമേരിക്കൻ ചോപ്സിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് ബുൾസൈ വെച്ച് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ടാണ് ഞാനൊരു ബുൾസൈയും കൂടി ഇട്ടത്. അപ്പോൾ നമ്മളുടെ ഗ്രേവി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ നൂഡിൽസിൻ്റെ മുകളിലേക്ക് ആ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിനകത്ത് കളർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കളർ തന്നെയാണ്. പക്ഷേ നല്ല റെഡിഷ് ആയിട്ടുള്ള കളർ തന്നെയാണ്. പിന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര റെഡിഷ് ആയിരിക്കും, അത് അവർ കളറൊക്കെ ചേർത്തിട്ടാണ്, പിന്നെ അജിനോമോട്ടൊക്കെ ചേർക്കുന്നതാണ്. നമ്മൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ റെഡിയായി. പിന്നെ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മളുടെ ബുൾസൈ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബുൾസൈ കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ അമേരിക്കൻ ചോപ്സ് റെഡി ആയത്. പിന്നെ കുരുമുളക് പൊടി ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ തിക്ക് ഗ്രേവി ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അതിനകത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവസാനം സെർവ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നമ്മളുടെ
സൂപ്പറായിട്ടായ അമേരിക്കൻ ചോപ്സി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ചൂടോട് തന്നെ കഴിക്കാൻ നോക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചൂടോട് കൂടി തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസും പിന്നെ